നമുക്കറിയാം നെൽകൃഷി പോലും താളം തെറ്റിയിരിക്കുകയാണ്. നെൽ കർഷകർക്ക് കൃത്യമായ പ്രതിഫലം കിട്ടാറില്ലായിരുന്നു. നമ്മൾ ഈ ഗവൺമെൻറ് വന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ നെൽ കർഷകർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം അവരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. സർക്കാർ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും സർക്കാരിൻ്റെ മുൻഗണനകളിൽ ഒന്ന് കർഷകരാണ്, നെൽ കർഷകരാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ പണം അനുവദിച്ചു. കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചകൾ നടത്തി, വ്യാപകമായ തരത്തിൽ ചർച്ചകൾ നടത്തി. അതിനൊരു പദ്ധതി, എല്ലാ പ്രാവശ്യവും അവർക്ക് നെല്ല് അളന്നു കൊടുത്താൽ ആ നെല്ലിൻ്റെ വില കിട്ടുന്ന ഒരു സംവിധാനം തീർച്ചയായും ഇനി ഉണ്ടാക്കും. രണ്ടാമത് റബ്ബർ കർഷകർക്കാണ്. 200 രൂപ ഉണ്ടായിരുന്ന റബ്ബറിൻ്റെ വില 250 രൂപയാക്കി ഈ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു. 300 രൂപയാക്കും, സംശയമൊന്നും വേണ്ട. ഒന്ന് ഇരിക്കുന്നതല്ല, നമ്മൾ ഇരുന്നപ്പോൾ നമ്മൾ 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കിയെങ്കിൽ 250 രൂപയിൽ നിന്ന് റബ്ബറിൻ്റെ വില 300 രൂപയാക്കാൻ ഉള്ള തീരുമാനവും സർക്കാർ നടപ്പാക്കും. കർഷകരെ കാർഷിക വൃത്തിയിൽ നിന്ന് പോകില്ല. അതുപോലെ പച്ചക്കറിയുടെ കാര്യത്തിൽ അതിനാവശ്യമായ പിന്തുണ കൊടുക്കാൻ, അതിൻ്റെ സംഭരണം കൃത്യമായി നടപ്പാക്കാൻ, ന്യായമായ വില കൊടുക്കാനൊക്കെയുള്ള പിന്തുണ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കർഷകർ അവരുടെ വിത്ത് മുതൽ വിപണി വരെയുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ സഹായം ലഭ്യമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് കൃഷി ഇറക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ നമുക്കറിയാം, പ്രളയം വന്നപ്പോൾ കൃഷിനാശമുണ്ടായാൽ തുച്ഛമായ നഷ്ടപരിഹാരമാണ് കൊടുത്തിരുന്നത്. ഈ ഗവൺമെൻറ് ഈ പ്രളയമുണ്ടായപ്പോൾ അവർക്ക് കൊടുത്തിരുന്ന നഷ്ടപരിഹാര തുക 25% വർദ്ധിപ്പിച്ചു. ആദ്യമായിട്ടാണ്, കുറച്ചുകൂടി കൊടുക്കണമെന്നുണ്ട് കൂടുതൽ, ഇപ്പോഴത്തെ സ്ഥിതി കൊണ്ടാണ്. എങ്കിലും 25% അവർക്ക് കൂടുതലായി കൊടുത്തു. ഈ സുപ്രധാനമായ തീരുമാനങ്ങളെല്ലാം ഈ 2-2.5 മാസങ്ങൾക്കുള്ളിൽ കൊണ്ട് ഈ ഗവൺമെൻറ് എടുത്തതാണ്. അത് നൽകാനുള്ള സന്ദേശം എന്ന് പറയുന്നത് കർഷകർ ഈ സർക്കാരിൻ്റെ മുൻഗണനാ ലിസ്റ്റിൽ ഉണ്ട് എന്നത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. നമുക്കറിയാം, അവർ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ, പ്രകൃതിക്ഷോഭങ്ങളുടെ, വന്യജീവി ആക്രമണങ്ങളിലെല്ലാം വല്ലാതിരിക്കുകയാണ്, അവർ പ്രയാസപ്പെടുകയാണ്. നമുക്കറിയാം, മലയോരങ്ങളിൽ അവർക്ക് കൃഷി നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല. ഭൂമിക്കടിയിലുള്ള എല്ലാ കൃഷിയും പന്നി നശിപ്പിക്കുകയാണ്, ആന കയറുകയാണ്, വാഴ വയ്ക്കാൻ പറ്റുന്നില്ല, പ്ലാവ് വയ്ക്കാൻ പറ്റുന്നില്ല. തെങ്ങിൽ കയറി മഞ്ഞങ്ങ പരുവത്തിലാകുമ്പോൾ കുരങ്ങൻ നാളികേര ഇട്ടുകൊണ്ട് പോവുകയാണ്. പശുവിനെ വളർത്തി അതിനെ കറന്നാണ് കർഷകർ ഇപ്പോൾ പല സ്ഥലത്തും ജീവിക്കുന്നത്. വന്യജീവി ആക്രമണം അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടി സഹായത്തോടു കൂടി ആധുനികമായ സങ്കേതങ്ങൾ ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 200 കോടി രൂപയാണ് വന്യജീവി ആക്രമണത്തിൽ നിന്നും മലയോരത്തുള്ള കർഷക ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ ഫലപ്രദമാക്കി പ്രാചീനമായ സംവിധാനങ്ങളെയും ആധുനികമായ സംവിധാനങ്ങളെയും കൊണ്ട് കൂട്ടിയിണക്കി ഏറ്റവും ഫലപ്രദമായ സംവിധാനം അവർക്കുണ്ടാകും. കർഷകരെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളുണ്ടാകും. അതിനു വേണ്ടിയിട്ട് സംഭരണ പരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ആലോചിക്കുകയാണ്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് മറ്റ് സമയങ്ങളിൽ മാർക്കറ്റിൽ വില കൂടുന്ന സമയത്ത് അത് വിൽക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ഗൗരവമായി ആലോചിക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മോഡൽ, വലിയ സംഭരണ ശേഷി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന കാര്യം ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്.